റമദാനിൽ സൗദിയിൽ പള്ളികളിൽ ഭജനമിരിക്കാൻ ഉദ്ദേശിക്കുന്നവർ രേഖാമൂലമുള്ള അനുമതി വാങ്ങണമെന്ന് സൗദി മതകാര്യ വിഭാഗം ആവശ്യപ്പെട്ടു. ഹറം പള്ളിയുടെ പവിത്രത എല്ലാ വിശ്വാസികളും കാത്തുസൂക്ഷിക്കണമെന്ന് ഹറംകാര്യ വിഭാഗം മേധാവി അബ്ദുറഹ്മാൻ അൽ സുദൈസ് അഭ്യർത്ഥിച്ചു. ദശലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഇന്ന് മക്കയിൽ നടന്ന ജുമാ നിസ്കാരത്തിലും ഖുതുബയിലും പങ്കെടുത്തത്. റമദാൻ അവസാനത്തെ 10 ദിവസങ്ങളിലേക്ക് കടന്നതോടെ മക്കയിലേക്ക് വിശ്വാസികളുടെ ഒഴുക്ക് വർദ്ധിച്ചു. മസ്ജിദുൽ ഹറാമിൽ ഭജനമിരിക്കാനായി എത്തിയ പലരും ഇനി ചെറിയ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിനു ശേഷമേ മടങ്ങുകയുള്ളൂ. പള്ളികളിൽ 24 മണിക്കൂറിൽ കൂടുതൽ എയ്തികാഫ് എന്ന ഭജനമിരിക്കാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചിത അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് പള്ളി നടത്തിപ്പുകാരെ ഏൽപ്പിക്കണമെന്ന് മതകാര്യ വിഭാഗം നിർദ്ദേശിച്ചു. കൂട്ടത്തിൽ ഫോട്ടോയും ID കാർഡിന്റെ കോപ്പിയും ഏൽപ്പിക്കണം. പള്ളിയിൽ നിന്ന് ലഭിക്കുന്ന രജിസ്ട്രേഷൻ കാർഡ് എയ്തികാഫ് അവസാനിക്കുന്നതുവരെ കയ്യിൽ കരുതണം. അതേസമയം വിശുദ്ധ ഹറം പള്ളിയുടെ പവിത്രത എല്ലാ വിശ്വാസികളും കാത്തു സൂക്ഷിക്കണമെന്ന് ഹറംകാര്യ വിഭാഗം മേധാവി ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ സുദൈസ് ആവശ്യപ്പെട്ടു. പള്ളിയിൽ വെച്ച് അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലരുന്നതും ഭക്ഷണപാനീയങ്ങൾ കൊണ്ടുവന്ന് പള്ളി വൃത്തികേടാകുന്നതും പള്ളിക്കകത്ത് ഫോട്ടോയെടുക്കുന്നതും മൊബൈൽ ഫോണിൽ കൂടുതലായി ചാറ്റ് ചെയ്യുന്നതും ഒഴിവാക്കണമെന്ന് മസ്ജിദുൽ ഹറാമിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം അഭ്യർത്ഥിച്ചു. സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നതിനെ നിങ്ങൾ തടയരുത്, എന്നാൽ സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമം അവരുടെ വീടുകളാണ് എന്ന പ്രവാചക വചനം ഓർമ്മിപ്പിച്ച സുദൈസ് സ്ത്രീകൾ കഴിയുന്നതും വീട്ടിൽ നിന്ന് തന്നെ പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ.